മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് മേലാറ്റൂർ ചന്തപ്പടി റോഡിൽ നിർമ്മിച്ച കെട്ടിടം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട കെട്ടിടം പൂർണ്ണതോതിൽ ഉപയോഗിക്കാൻ കാലാനുസൃതമായ പദ്ധതികൾ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. 2010-15 ഭരണകാലയളവിലാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇരുനില കെട്ടിടം ഒരുക്കുന്നത്. സീഡ് ഫാം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിരുന്നു അന്ന് കെട്ടിടം വിനിയോഗിച്ചിരുന്നത്. എന്നാൽ കാലക്രമേണ പദ്ധതി മുന്നോട്ട് പോകാതായതോടെ കെട്ടിടവും അനാഥമായി. ഇതിനുശേഷം മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചിരുന്നുവെങ്കിലും ഇതും മുന്നോട്ട് പോയില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ കാലത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് കെട്ടിടം വിനിയോഗിക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PK അബൂബക്കർ ഹാജി പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് മേലാറ്റൂരുകാരുടെ വലിയൊരു സ്ഥാപനമാക്കി മാറ്റാൻ, പ്രത്യേകിച്ചൊരു ഹോസ്പിറ്റൽ, മേലാറ്റൂരിൽ ഒരു ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ധാരാളം മരുന്നുകൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിന് ഡോക്ടർമാർക്ക് വന്ന് താമസിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. സേവനം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലായതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇതുപോലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ നടത്തുകയാണെങ്കിൽ, മുന്നോട്ട് വരികയാണെങ്കിൽ, അന്ന് ഞാൻ പ്രസിഡൻ്റ് സമയത്തൊന്ന് കാൾ ഫോർ ചെയ്യുന്നു. പക്ഷേ ആരും അത്തരത്തിലുള്ള ഒരാവശ്യവുമായി ആരും നമ്മളെ മുന്നോട്ട് വന്നിട്ടില്ല. ടൈലറിങ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്, അന്നൊക്കെ അതാണ്ടായിരുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള ഇവർക്കുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് തൊഴിലവസരങ്ങൾ ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിലൽ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ വിപുലമായ രീതിയിൽ മറ്റൊരിടത്തും റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ വരും കാലയളവിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുനില കെട്ടിടം ആർക്കും ഉപകാരപ്പെടാതെ പോകുമോ എന്ന ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.